ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മനോഹരമായിട്ടുള്ള 10 മണി പാടത്തേക്കാണ്. ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. വീഡിയോയിലേക്ക് പോകാം. തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപിനിയിൽ ദിനേശ് ചേട്ടന്റെ വീട്ടുമുറ്റത്താണ് ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ വീടിനോട് ചേർന്ന് വലിയ ഒരു ഏരിയയിൽ പല നിറത്തിൽപ്പെട്ട 10 മണി ചെടികളുടെ വലിയ ഒരു പാടം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. സൂര്യപ്രകാശം ലഭിച്ചാൽ പൂക്കൾ വിരിയുന്ന ഒരു ഉദ്യാന സസ്യമാണ് 10 മണിച്ചെടി. പോട്ട്ലാക്ക എന്ന സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ ചെറു ഉദ്യാന സസ്യം പൂക്കളുടെ ആകൃതി, നിറം, ഇലകളുടെയും തണ്ടുകളുടെയും നിറം, ഇലകളുടെ ആകൃതി എന്നിവയിൽ ഒന്നിനൊന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പോട്ട്ലാക്ക, പഴ്സ്ലൈൻ, സിൻഡ്രല്ല, ജംബോ എന്നീ വിഭാഗത്തിൽപ്പെട്ടവയിൽ തന്നെ 200-ലധികം വെറൈറ്റി പ്ലാന്റുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചട്ടിയിലും ഗ്രോ ബാഗിലും വീട്ടുമുറ്റത്ത് ചെടികൾ ഒരുക്കിയപ്പോൾ പുതിയ സ്ഥലത്ത് പുതിയ രീതിയുമായിട്ടാണ് ദിനേശ് ചേട്ടൻ വന്നിട്ടുള്ളത്. മഴക്കാലത്ത് ഈ ചെടികളെ ഒരു പരിധിവരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു രീതി ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മണ്ണൊരുക്കൽ. ചാണകപ്പൊടിയും എല്ലുപൊടിയും ചകിരിച്ചോറും മിക്സ് ചെയ്തുകൊണ്ട് മണ്ണ് ഒരുക്കുന്നു. അതിനു മുകളിൽ ഷീറ്റ് വിരിച്ച് ഹോളിട്ട് തൈകൾ നട്ടുകൊടുക്കാം. 10 ദിവസത്തിനുള്ളിൽ ചെടികൾ പുതിയ മുളപ്പുകൾ വന്ന് നല്ല കരുത്തുള്ള ചെടികളായി മാറും. 20 ദിവസത്തിനുള്ളിൽ പൂക്കൾ വിരിയാൻ തുടങ്ങും. പിന്നെ അങ്ങോട്ട് പൂക്കാലം തന്നെ. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാൻ മറക്കരുത്. രാവിലെ നനയ്ക്കുന്നത് ഒഴിവാക്കുകയും വൈകുന്നേരങ്ങളിൽ നിർബന്ധമായും നനയ്ക്കുകയും ചെയ്യുക. ഇത് സിൻഡ്രല്ല എന്ന വിഭാഗത്തിൽപ്പെട്ട ചെടികളാണ്. ഇതിന്റെ തന്നെ ഒരുപാട് കളർ വെറൈറ്റികൾ ഇവിടെ കാണാവുന്നതാണ്. പല നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് പാടം മൊത്തം പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഒത്തിരി വെറൈറ്റികൾ ഉണ്ട്. പെട്ടെന്നൊന്ന് നമുക്ക് കാണിക്കാം എല്ലാ വെറൈറ്റികളും. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓൺലൈനായിട്ടും അല്ലാതെയും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഏതൊക്കെ വെറൈറ്റികൾ ഉണ്ടെന്ന് പെട്ടെന്ന് കാണാം. അതുപോലെ തന്നെ എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇതിലെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റികളും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, മുഴുവനായിട്ട് കാണാൻ നോക്കാം. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ്. വൈറ്റിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇത് വരുന്നത്. അതുപോലെ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ലൈറ്റ് പിങ്കില് ഡാർക്ക് പിങ്ക് ലൈൻസ് ആണ് ഇതിൽ വരുന്നത്. ഇതിലെല്ലാം വലിയ പൂക്കളാണ്. അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇതും വൈറ്റും പിങ്കും മിക്സ് ആണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒരു പാറ്റേൺ, പിങ്ക് ഷെയ്ഡ് വന്നിരിക്കുന്ന പാറ്റേൺ വ്യത്യാസമുണ്ട്. ഇതളിന്റെ തുമ്പിലാണ് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇതും വളരെ ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഒരു 3 കളറൊക്കെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. ലൈൻസ് ആയിട്ടും ഇതളുകളിൽ ഡബിൾ ഷെയ്ഡ് ഒക്കെ വരുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇത് ഓറഞ്ചും അല്ല യെല്ലോയും അല്ല, അതിനിടയിൽ പെട്ട ഒരു കളർ. വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കളറുകളിലെല്ലാം പെട്ടെന്ന് നമ്മുടെ കണ്ണെത്തിപ്പെടുന്നത് യെല്ലോയിലേക്കാണ്. യെല്ലോയിൽ തന്നെ ഒരു 3-4 വെറൈറ്റിത്തോളം വരുന്നുണ്ട്. ലൈറ്റ്, ഡാർക്ക് യെല്ലോ ഒക്കെ ആയിട്ട്, ലെമൺ യെല്ലോ ഒക്കെ ആയിട്ട് ഒരു 3-4 വെറൈറ്റികൾ വരുന്നുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ വലിയ ഫ്ലവേഴ്സ് ആണ്. നിറയെ ഫ്ലവർ ഉണ്ടാവും. എല്ലാ വെറൈറ്റികളിലും നിറയെ ഫ്ലവർ ഉണ്ടാവും. ഒരുമിച്ച് ഒത്തിരി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് നല്ല ഓറഞ്ച് കളറാണ് ഫ്ലവർ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. യെല്ലോയും ഓറഞ്ചും റെഡും എല്ലാം മിക്സ് ചെയ്ത് വരുന്ന ഒരു വെറൈറ്റി. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി എന്ന് തന്നെ പറയാം. നല്ലൊരു അട്രാക്ഷനും ഉണ്ട്. ഗാർഡനിൽ നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു രസമായിട്ട് തോന്നി. നല്ലൊരു പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ്. അതുപോലെ തന്നെ അതിനിടയിൽ ചെറിയൊരു രീതിയിൽ മാത്രം വൈറ്റ്, ഇങ്ങനെ ചെറിയ ഡോട്ട് പോലെയാണ് നമുക്ക് കാണുന്നത്. അത്രയും ചെറിയൊരു വൈറ്റ് അതിലുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ട് തോന്നി.
ഇത് പിങ്ക് കളർ ഫ്ലവർ ആണ് വരുന്നത്. അതുപോലെ തന്നെ തണ്ടുകൾക്കും ചെറിയൊരു പിങ്ക് കളർ വരുന്നുണ്ട്. ഇത് റെഡ് കളർ ഫ്ലവർ ആണ് വരുന്നത്. വലിയ പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത്. ഇതും നല്ലൊരു കളർ വെറൈറ്റി ആണ്. നല്ല ഭംഗിയുള്ള കളർ, ഡാർക്ക് റെഡ്, ഓറഞ്ച്, യെല്ലോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു വെറൈറ്റി. ഇനി നമ്മൾ കാണുന്ന വെറൈറ്റികളെല്ലാം സിംഗിൾ പെറ്റൽസിൽ വരുന്ന പ്ലാന്റുകളാണ്. അതിൽ പക്ഷേ ഡബിൾ ഷെയ്ഡ് ഉള്ള വെറൈറ്റികളാണ് ഇവിടെ കൂടുതലായിട്ട് കണ്ടത്. ഇപ്പോൾ ഇത് യെല്ലോയും പിങ്കും മിക്സ് ചെയ്ത് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ലൈറ്റ് ഒരു പിങ്ക് കളറാണ്, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള യെല്ലോ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. ഇത് എനിക്ക് അകലന്ന് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ്. അകലന്ന് മാത്രമല്ല, അടുത്തും എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. വൈറ്റും റെഡും അതുപോലെ തന്നെ വൈറ്റും യെല്ലോയും വൈറ്റും പിങ്കും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന, ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു വെറൈറ്റിയും അതെ, നല്ല രസമുണ്ട്. ഇതിന്റെ ഇതളിന്റെ ഒക്കെ തുമ്പൊക്കെ ചെറുതായിട്ടൊരു ചുരുണ്ടിരിക്കുന്ന പോലെ തോന്നി. വൈറ്റും പിങ്കും യെല്ലോയും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തൊരു വെറൈറ്റി. നല്ല വലിയ ഇതളുകളാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയിൽ കാണാനായിട്ട് പറ്റിയത്. ഇത് യെല്ലോ വെറൈറ്റി ആണ് വരുന്നത്. യെല്ലോയിൽ ഡാർക്ക് യെല്ലോവും അല്ലെങ്കിൽ ഓറഞ്ചും കൂടെ മിക്സ് ചെയ്ത ഒരു വെറൈറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ലൊരു ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. ഇവിടെ കണ്ട ഓരോ വെറൈറ്റികളും കളേഴ്സും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല അടിപൊളി വെറൈറ്റികളാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും അല്ലാതെയും കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക, വന്ന് മേടിക്കാം. വളരെ കുറഞ്ഞ ചെലവിലെ വീട്ടുമുറ്റത്ത് പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ 10 മണി ചെടി തീർച്ചയായിട്ടും സെലക്ട് ചെയ്യുക. വളരെ മനോഹരമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.